ഡിയർ സ്റ്റുഡൻസ്, GSTയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണത്. ഇത് സജസ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. GSTയുടെ പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിനെ ആധാരമാക്കി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഫോളോ ചെയ്യുന്നവർക്ക് you will definitely be able to score a minimum of 75% for your upcoming examination, and that's a guarantee from me. നമുക്ക് പാർട്ട് എ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എ ക്വസ്റ്റ്യൻസിൽ ആകെ മൊത്തം 60 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഉറപ്പായിട്ട് പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. The first question is about principal supply. The second question is about delivery challan. Third on CGST and SGST. Fourth question value addition പറ്റിയാണ്. അഞ്ചാമത്തെ ചോദ്യം ടാക്സ് കാസ്കേഡിംഗ് വേഴ്സസ് ടാക്സ് പിരമിഡിംഗ്. ആറാമത്തേത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതിൻ്റെ ഡെഫിനിഷനാണ്. 7 കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആയിട്ട് GST അറിയപ്പെടുന്നതിൻ്റെ കാരണം. 8 GST കൗൺസിലിൻ്റെ മെയിൻ പർപ്പസ്. 9 HSN കോഡ്, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറും സർവീസ് അക്കൗണ്ടിംഗ് കോഡും തമ്മിലുള്ള വ്യത്യാസം. ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് എന്തിന് വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതണം. 10 വാട്ട് ഡു യു ഇൻഫർ ബൈ ടാക്സസ് സബ്സ്യൂംഡ് ഇൻ ടു GST. പഴയ ടാക്സുകൾ GSTയിലോട്ട് അബ്സോർബ് ആയതിനെയാണ് സബ്സ്യൂംഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11 വാട്ട് ഇസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി BCD ഇൻ ഇമ്പോർട്ട്സ്. 12 ഡിഫൈൻ റവന്യൂ ന്യൂട്രൽ റേറ്റ് RNR. ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ചോദിക്കുന്നത് അതിൻ്റെ ആബ്രീവിയേഷൻ ആയിരിക്കും. അടുത്തത് വാട്ട് ഇസ് ദ റോൾ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC. 14 വാട്ട് ഇസ് GST നെറ്റ്വർക്ക്. 15 ഇസ് അബൌട്ട് കോമ്പൻസേഷൻ സെസ്. 16 വാട്ട് ഡു യു മീൻ ബൈ aggregate turnover. 17 what is the concept of quorum with respect to the GST Council. 18 how is TDS made applicable to government offices in India. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകളിൽ TDSൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ എടുത്തെഴുതണം. അത് സാധാരണയുള്ള ടാക്സ് സ്ലാബ് അല്ല. 19 വാട്ട് ഇസ് കോമ്പോസിറ്റ് സപ്ലൈ വേഴ്സസ് മിക്സഡ് സപ്ലൈ. 20 who is a casual taxable person as per GST. 21st what are capital goods. 22 what is input tax versus output tax. 23rd what are job works and work contracts. ഡെഫിനിഷനോടൊപ്പം തന്നെ എക്സാമ്പിൾ എഴുതണം. അടുത്ത ചോദ്യം who is a non-residual taxable person. 25 what is a reverse charge. 26 what is a taxable supply. 27 define bill of supply. 28 what is the electronic liability register. 29 how are e-commerce operators charged in GST. 30 how is IGST refunded to international tourists. 31 what is a zero rated versus exempted supply. 32 how is time of supply ascertained. 33 what are vouchers. 34 who is a pure agent. 35 what is open market value. 36 define blocked credit. 37 how is ITC അല്ലെങ്കിൽ input tax credit reversed. 38 what is IST input service distributors. 39 what is credit note versus debit note. 40 what is best judgment assessment. We move on to the next slide where the questions of part A are continued. 41 what is self-assessment. Next define special audit. അടുത്തത് what is protective or summary assessment. 44 what is IRN invoice reference number. 45 who are composition tax payers. 46 define demerited or sin goods. 47 how are supplies to special economic zones classified. 48 what is TAN. 49 define UIN with example. 50 what is tax collection at source.
51 ഡിഫൈൻ ഡീംഡ് രജിസ്ട്രേഷൻ. 52 വാട്ട് ഇസ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ. സുവോ മോട്ടോ ഇസ് എ ലാറ്റിൻ ടേം. 53 വാട്ട് ഇസ് ദി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. 54 ഹൂ ഇസ് എ പ്രോപ്പർ ഓഫീസർ. 55 വാട്ട് ഇസ് GSTIN. 56 ഡിഫൈൻ IST ഇൻവോയ്സ്. 57 how is GST calculated when a union territory does business with another union territory in India. 58ഉം 59ഉം രണ്ട് കണക്കിലെ ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ ചോദ്യം ഗ്രഹിക്കുക. ടൈം ഓഫ് സപ്ലൈയെ പറ്റിയും വാല്യൂ ഓഫ് സപ്ലൈയെ പറ്റിയുള്ളതാണ്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ പാർട്ട് എയിൽ വരാം. 60ാമത്തെ ചോദ്യം ഇലക്ട്രോണിക് വേ ബില്ലിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ 60 ചോദ്യങ്ങളായി പാർട്ട് എയിൽ. നമുക്ക് അടുത്തത് പാർട്ട് ബിയും സിയും ഒരുമിച്ചാണ്, ഷോർട്ടും ലോങ് എസ്സേസും. ഇത് മൊത്തമായിട്ടുള്ള സിലബസിനെ കവർ ചെയ്ത് വെയിറ്റേജ് അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഇവല്യൂഷൻ ഓഫ് GST ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഇന്ത്യ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അപ്പോർഷൻമെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട്സ്. 3 റൈറ്റ് ആൻ എസ്സേ ഓൺ എക്സെംഷൻസ് ഇൻ GST. 4 ഡിസ്ക്രൈബ് GST registration, verification of application for GST registration and its approval mechanism. 5ാമത്തേത് ഡിസ്ക്രൈബ് ഡീംഡ് രജിസ്ട്രേഷൻ. 6 explain cancellation of registration and its revocation. 7 describe IST. 8 write an essay regarding rules pertaining to accounts and documents in GST. 9 explain filings, the returns ഫയൽ ചെയ്യുന്നതിനെ പറ്റിയാണ്, with respect to GSTR 1, GSTR 2A, GSTR 2 and GSTR 3. Why is GSTR 3B used? 10ാമത്തെ ചോദ്യം, describe the monthly returns to be filed by various parties/institutions coming under GST. അപ്പോൾ അതിൽ പല കാറ്റഗറിയിൽ ഉള്ളവരെ പറ്റിയാണ് ഈ എസ്സേ എഴുതേണ്ടത്. 11 explain late fee calculation and late fee payment under GST. 12 what is not treated as a supply, explain its exemptions. 13 describe place of supply of goods. പല കോണ്ടെക്സ്റ്റിനെ വെച്ചുകൊണ്ട് ആണ് ഉദാഹരണ സഹിതമാണ് ഇത് എഴുതേണ്ടത്. 14 explain GST applicability for composition tax payers. അപ്പോൾ കോമ്പസിഷൻ ടാക്സ് പേയേഴ്സും കോമ്പോസിറ്റ് സപ്ലൈയും കൂടെ കൺഫ്യൂസ് ആവരുത്, രണ്ടും രണ്ടാണ്. 15 describe various types of assessments in GST. 16 explain e-way bill and how it's generated. 16 describe RCM, reverse charge mechanism. 18 explain levy, collection and credit transfer of GST. 19 how is value of taxable supply determined in various contexts. 20 explain the benefits of GST. 21 who all would come under mandatory GST registration, explain with examples. അടുത്ത ചോദ്യം, what are provisions related to amendment of registration? 23 how would you register as a GST practitioner? 24 explain provisions of deemed registration. And the last question in the category of short and long essays is describe the important electronic ledgers. സിലബസിൽ 3 പ്രധാനപ്പെട്ട ലെഡ്ജേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചിട്ട് നിങ്ങൾ ഷോർട്ടാണോ ലോങ് എസ്സേ ആണോ അത് അതിനനുസരിച്ചിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ഇനിയും താഴെ പറഞ്ഞിരിക്കുന്ന ബോക്സിൻ്റെ ഉള്ളടക്കം ഇത്രയാണ്. വാല്യൂ ഓഫ് സപ്ലൈ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കമ്പ്യൂട്ടേഷൻ, അതുപോലെ തന്നെ GST പേയബിൾ അല്ലെങ്കിൽ GST ലയബിലിറ്റി, സർക്കാരിന് എത്ര കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഒരു 20 to 25% വെയിറ്റേജ് ക്വസ്റ്റ്യൻസിന് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. പാർട്ട് സിയിൽ ഇതേവരെ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പാർട്ട് എയിലും ബിയിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമാണ് GSTയുടെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഉറപ്പായിട്ട് ഇത് ജയസാധ്യത ഇല്ലാത്തവർക്ക് ജയം ഉറപ്പാക്കുന്ന ചോദ്യപേപ്പറാണിത്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് 75% ഗ്യാരണ്ടി തരുന്നു ഫോർ
anybody who would go through these questions and be thorough about the concepts mentioned across part A and part B and C collectively. I wish you good luck. God bless you.